ഇടക്കൊച്ചിയിൽ ആവേശമായ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന യാത്ര ഇടക്കൊച്ചിയിലെ വിവിധ കേന്ദ്രങ്ങൾ പിന്നിട്ട് പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പര്യടനത്തിൽ ഉടനീളം വലിയ ജനപങ്കാളിത്തമാണ് ദൃശ്യമായത്. ഇടക്കൊച്ചിയിൽ ആവേശകരമായ വരവേൽപ്പ് ഏറ്റുവാങ്ങി യു.ഡി.എഫ് സ്ഥാനാർത്ഥി ദീപക് ജോയിയുടെ വാഹന പര്യടനം. ഇടക്കൊച്ചി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പര്യടനം കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി.കെ. മിനിമോൾ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷമായി 10 വർഷക്കാലം ഈ ഗവൺമെന്റിന്റെ അഴിമതികളും കെടുകാര്യസ്ഥതയും ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ തീർച്ചയായും രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും ഈ തെരഞ്ഞെടുപ്പിന് വളരെയേറെ പ്രാധാന്യം വരികയാണ്. ഇടക്കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ പ്രചാരണ യാത്ര പെരുമ്പടപ്പ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. പര്യടനത്തിൽ നിരവധി ഇരുചക്ര വാഹനങ്ങൾ അകമ്പടി സേവിച്ചു. പര്യടനത്തിനിടെ വീടുകളിലെത്തി മുതിർന്നവരുടെ അനുഗ്രഹം തേടിയ സ്ഥാനാർത്ഥിക്ക് വലിയ പിന്തുണയാണ് വോട്ടർമാർക്കിടയിൽ നിന്നും ലഭിച്ചത്. അഹങ്കാരത്തിന്റെ ഗവൺമെന്റാണ്, ധിക്കാരത്തിന്റെ ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. തീർച്ചയായും 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൈയടയാളത്തിൽ വോട്ടുകൾ നൽകി എന്നെ വിനയപുരസ്സരം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു. ആശുപത്രിയിൽ ചെന്നപ്പോൾ കയ്യില് പഴുപ്പുണ്ടോ വേദനയുണ്ടോ എന്ന് നോക്കാതെ ആ കൈ മുറിച്ച് കളഞ്ഞൊരു സംസ്ഥാനമാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇടപെട്ടുകൊണ്ടാണ് ആ കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു കൊടുക്കാനുള്ള ഏർപ്പാട്. ബ്ലോക്ക് പ്രസിഡന്റ് N.P. മുരളീധരൻ, DCC സെക്രട്ടറിമാരായ N.R. ശ്രീകുമാർ, ബേസിൽ മൈലന്തറ, കൌൺസിലർ ലസീത പീറ്റർ, ലീഗ് പ്രസിഡന്റ് M.A. ഇക്ബാൽ, ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബല്ലോ, മുൻ കൌൺസിലർമാരായ P.D. സുരേഷ്, ജീജ ടെൻസൺ, ഭാരവാഹികളായ P.D. സുരേഷ്, K.J. റോബർട്ട്, K.S. അമ്മിണിക്കുട്ടൻ, അഡ്വക്കേറ്റ് K.P. ശ്യാം, സജന യേശുദാസ്, ഡേവിഡ് ലിസൺ, ബിജു അറക്കപ്പടത്ത്, ജസ്റ്റിൻ കവലക്കൽ, T.N. സുബ്രഹ്മണ്യൻ, V.N. ഉപേന്ദ്രൻ, സലി കരീത്തറ എന്നിവർ നേതൃത്വം നൽകി. 28 ബാറുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 842 ബാറുകൾ പ്രവർത്തിച്ചുകൊണ്ടാണ് മദ്യനിരോധനം എന്ന് പറഞ്ഞ അവർ വാഗ്ദാനം ചെയ്ത ആ ഉറപ്പ് ലംഘിച്ചുകൊണ്ടാണ് അവർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. In every curious question, we see a scientist. In every step they take, we see a champion. We don't just care for children. We nurture who they are becoming. Sanford Preschool, where learning begins.